ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയുണ്ടായ സംഘർഷത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ അസം പോലീസ് കേസെടുത്തു. രാഹുലിന് പുറമെ കെ.സി. വേണുഗോപാൽ, കനയ്യകുമാർ എന്നിവർക്കെതിരെയും കേസെടുത്തു. വിവരങ്ങളുമായി എസ് രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് രാവിലെ അസമിലെ ഗുവാഹത്തിയിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അസം പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പുറമെ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, ഒപ്പം തന്നെ കനയ്യകുമാറും ആസാമിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അക്രമം, പ്രകോപനം സൃഷ്ടിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഈ FIR-ൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഭാരത് ജോഡോ യാത്ര ഈ ഗുവാഹത്തിയിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അവിടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ അസം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധങ്ങളൊക്കെ നിയന്ത്രണങ്ങളൊക്കെ മറികടന്ന് യാത്രയുമായി മുന്നോട്ട് പോകുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെയും സമാനമായൊരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യായ് യാത്രയ്ക്കിടെയുണ്ടായ സംഘർഷത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് എസ് രഞ്ജിത്ത് നൽകിയത്.